നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്കിടയാക്കുന്നുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ ബലാബലത്തിലുണ്ടായിരിക്കുന്ന മാറ്റം എന്താണ്? മണ്ഡലങ്ങളുടെ ചിത്രത്തിലുണ്ടായിരിക്കുന്ന ബലാബലം അതെങ്ങനെയാണ്? നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിലും മാറ്റമുണ്ടായിട്ടുണ്ട്. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2021 തിരിച്ചു വന്ന ഇടതുമുന്നണിക്ക് ഇപ്പോൾ ആ മേധാവിത്വമില്ല എന്നതാണ് ചിത്രം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകുന്ന നിരവധി കാരണങ്ങളുണ്ട്. ഇരുത്തി ചിന്തിപ്പിക്കുന്ന, അടിസ്ഥാന വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായോ എന്ന് സംശയിക്കുന്ന നിരവധി കാരണങ്ങളുണ്ട്. ഓരോ നിയമസഭാ മണ്ഡലത്തിൻ്റെയും പൊതു സാഹചര്യം എന്താണ്, ഒപ്പം ഇവിടങ്ങളിൽ വന്ന മാറ്റം എന്താണ് എന്നതാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് BJPയുടെ കടന്നുവരവ്, അതുണ്ടാക്കുന്ന മാറ്റവും ചെറുതല്ല. നമ്മുടെ ചർച്ച കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ രാഷ്ട്രീയ ബലാബലത്തിലുണ്ടായ മാറ്റം എങ്ങനെ പ്രതിഫലിക്കും? BJPയുടെ കടന്നുവരവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി അങ്ങോട്ടുണ്ടാക്കുന്ന മാറ്റങ്ങൾ എങ്ങനെ? തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴത്തെ വോട്ട് വളർച്ചയിൽ അത് നിലനിർത്താൻ BJPക്ക് കഴിയുമോ? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും പ്രത്യേകത BJP അക്കൗണ്ട് തുറന്നു എന്നതാണ്. തൃശൂർ എന്നത് BJPയുടെ ഒരു പ്രതീക്ഷയായി മാറി. പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കുള്ള വോട്ട് ശതമാനത്തിലൂടെയാണ് BJPയുടെ കടന്നുവരവുണ്ടായത്. ഇനി കാണാൻ പോകുന്ന ഈ ദൃശ്യങ്ങൾ BJPയുടെ ആ ആവേശം എത്ര കണ്ട് വലുതായിരുന്നു എന്ന് തെളിയിക്കും. വലിയ രീതിയിലുള്ള ആവേശ കാഴ്ചകളാണ് തൃശൂരിൽ BJP പ്രവർത്തകർ ഒരുക്കുന്നത്. സുരേഷ് ഗോപിക്കുള്ള ആവേശ കാഴ്ചകൾ BJP കൊണ്ടാടുകയാണ്. സംസ്ഥാനത്ത് തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ കാലം തെളിഞ്ഞു എന്ന് BJP കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നു. അതിന് വഴിയൊരുക്കുന്നതാകുമോ ഇനിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. ഡാനി പോൾ നമുക്കൊപ്പമുണ്ട്. ഡാനി, വലിയ ആവേശക്കാഴ്ചയാണ് തൃശ്ശൂരിൽ. BJPക്ക് ഇത് ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? സജിത്ത, വലിയ ആവേശം. നമ്മൾ സാധാരണ പൂരനഗരിയിലേക്കെല്ലാം വരുമ്പോൾ കാണുന്ന അതേ ആവേശം തൊട്ടറിയാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ സ്വരാജ് റൗണ്ടിൽ വടക്കുന്ന സന്നിധിയിലെല്ലാം തന്നെ ഈ പരിസരത്ത് നിരവധിയായ BJP പ്രവർത്തകരെല്ലാം തന്നെ ഇവിടേക്ക് നിറഞ്ഞിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്നെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയവരാണ്. കാരണം അവർ നേടിയ ഈ ഒരു വിജയം, അത് മാത്രം മതി അവർക്ക് കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആവേശത്തിന്റെ, ആമോദത്തിന്റെ തിരികൊളുത്താൻ. അത് എല്ലാവർക്കും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ
മുഴുവൻ പേരും ഇവിടേക്ക് ഏതാണ്ട് BJPയുടെ പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് അണിനിരന്നിരിക്കുന്നു. അതേ ആവേശം ഉച്ച മുതൽ നമ്മൾ ഇവിടെ തൃശ്ശൂരിൽ സ്വരാജ് റൗണ്ടിന് ചുറ്റും കാണാം. ഇപ്പോൾ അത് അതിന്റെ ഒരു ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അവർക്ക് പ്രിയപ്പെട്ട സുരേഷ് ഗോപി ഏതാനും സമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതേ ആവേശത്തിലേക്ക് തന്നെ അവർ പോയിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയെ കാത്തു നിൽക്കുന്ന ആവേശത്തോടുകൂടിയുള്ള പ്രവർത്തകരാണ് ഇവിടെയുള്ളത്. കാവടിയും എല്ലാമായി അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. കാരണം ഈ ദിവസം അവർക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. ഇതിനു മുൻപ് സ്വരാജ് റൗണ്ടിലേക്ക് ഇതേപോലെ സമാനമായ ഒരു സ്വീകരണം അവർ അന്ന് നൽകിയിരുന്നു. അത് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് നാമനിർദ്ദേശ പത്രിക അടക്കം നൽകുന്നതിന് തെരഞ്ഞെടുപ്പിന് സജ്ജമായിക്കൊണ്ട് സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയപ്പോഴാണ്. അന്ന് റെയിൽവേ സ്റ്റേഷൻ മുതൽ ഇവിടേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നവരെയും വലിയ സ്വീകരണമായിരുന്നു. ഇന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം മുതൽ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. ഇപ്പോൾ നിറയെ ഇവിടെ നമ്മൾ കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലേക്ക് ഇവർ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവർ തന്നെയാണ്. എവിടെ നിന്നെത്തുന്നു? ഞങ്ങള് കാലങ്ങളായിട്ട് കാത്തിരുന്ന സ്വപ്നങ്ങളാണ് നിരവധി. അതുകൊണ്ട് ഇനി സുരേഷ് ഏട്ടനെ ഞങ്ങൾ നെഞ്ഞിൽ കയറ്റി നടക്കും. അതാണ് സുരേഷ് ഏട്ടൻ. ഇനി കേരളം നന്നായി ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാന്നുള്ളത് മറ്റുള്ള പാർട്ടിക്കാർ മനസ്സിലാക്കും. ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ പാണിയത് ഇത് സൂപ്പറോട്ടായി 3.5 ലക്ഷം. അതിന് നമ്മുടെ ജനങ്ങൾ വോട്ടർമാര് അവർക്ക് ഏറ്റവും വലിയ നന്ദി. സുരേഷ് വിജയ് ഏറ്റവും വലിയ നന്ദി ജനങ്ങൾക്ക് കേട്ടോ. സുരേഷ് ഗോപി സാറ് ജയിച്ചതിന് ഞങ്ങൾക്ക് നന്ദി. അച്ഛല്ല, അമ്മല്ല, ആങ്ങളമാരല്ല, ചേട്ടല്ല, ആരും ഇല്ലാത്ത ഭാവിയാണ് ഞാനിട്ടാ. ഞങ്ങൾക്ക് നല്ല നന്ദി. എല്ലാവർക്കും വോട്ടർമാർക്കൊക്കെ നന്ദി. സജിത്ത്, ഇതേ ആവേശം തന്നെയാണ് ഇവിടേക്ക് എത്തുമ്പോഴേക്ക് എല്ലാവരും തന്നെ കാണാൻ കഴിയുന്നത്. കാരണം വലിയ രീതിയിൽ തന്നെ അവർ ആവേശത്തിലാണ്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി നമ്മൾ ഈ സ്വരാജ് റൗണ്ടിൽ ഇത് കാണുന്നത് ഇതേ ദൃശ്യങ്ങളിൽ തന്നെയാണ്. നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പലതവണ പറഞ്ഞതുപോലെ സ്ത്രീ വോട്ടർമാരെ അടക്കമുള്ള ഒരു വലിയ പങ്കാളിത്തം കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി മിന്നുന്ന വിജയത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ അത്തരം വോട്ടർമാരുടെ എല്ലാം വലിയൊരു പരിച്ഛേദം ഇപ്പോൾ ഇവിടേക്ക് ഉണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് കടന്നു വന്നവരെല്ലാവരും തന്നെ ഇവിടെ വളരെ ആവേശത്തോടുകൂടി തന്നെ അവർ സുരേഷ് ഗോപിയെ കാത്തിരിക്കുന്നു. സുരേഷ് ഗോപി വരാൻ വെയിറ്റ് ചെയ്യണോ? അതെ അതെ, തീർച്ചയായും. ഞങ്ങളുടെ മുത്താണ് സുരേഷ് ഗോപി. സുരേഷ് ഏട്ടൻ ഞങ്ങളുടെ തൃശ്ശൂർക്കാരെ മുത്താണ്. ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായും. സുരേഷ് ഏട്ടനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രതീക്ഷ കാത്തുകൊണ്ട് തന്നെ ഞങ്ങള് വളരെയധികം ഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത്. വലിയ ആവേശം മാത്രമാണ് എല്ലാവരുടെ വാക്കുകളിലും നിറഞ്ഞു നിൽക്കുന്നത്. പലയിടങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിയവർ എല്ലാവരും തന്നെയും വളരെ ആവേശത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അല്പസമയത്തിനകം ഇവിടേക്ക് ഇവരെ ആവേശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സുരേഷ് ഗോപി ഇവിടേക്ക് വരുമെന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെയുള്ളത്. സ്വരാജ് റൗണ്ട് നിറഞ്ഞ കവിയുന്ന രീതിയിലേക്ക് വരുന്നു. ഇവിടെ മണികണ്ഠലാലിന് സമീപം അദ്ദേഹം വന്ന് ഇവിടെ നാളികേരം ഉടച്ച ശേഷം ഇവർക്കൊപ്പം ഇവരുടെ ആവേശ പ്രകടനത്തിൽ പങ്കുചേർന്നുകൊണ്ട് സ്വരാജ് റൗണ്ടിനെ ഒരു വട്ടം അദ്ദേഹം സ്വരാജ് റൗണ്ടിന് ചുറ്റും സഞ്ചരിച്ചുകൊണ്ട് അതിൽ ചുറ്റും നിൽക്കുന്ന ആരാധകരെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും അദ്ദേഹം ഇവിടെ മറ്റ് 7 മണ്ഡലങ്ങൾ, 7 നിയമസഭാ മണ്ഡലങ്ങളിലും എല്ലാം തന്നെയും ഇതേ എല്ലാവർക്കും വോട്ടർമാർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യും. അല്പസമയത്തിനകം മണികണ്ഠലാലിന് സമീപത്തേക്ക് സുരേഷ് ഗോപി അതോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ പ്രവർത്തകർ ഇവിടെ ഉള്ള സംസ്ഥാനതല നേതാക്കളടക്കമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് എല്ലാവരും തന്നെ നിൽക്കുന്നത്. വൈകാതെ ഇവിടേക്ക് സുരേഷ് ഗോപി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സജിത്ത്, യെസ്, അതാണ് തൃശ്ശൂരിൽ നിന്നുള്ള ചിത്രം. നമ്മൾ കാണുന്നത്, ദൃശ്യങ്ങളിൽ കണ്ടത് BJPയുടെ ആഘോഷമാണ്. BJPയുടെ ഈ ആഘോഷ കാഴ്ചകൾക്ക് വഴിയൊരുക്കിയത് ആ തരത്തിൽ BJP നടത്തിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഈ തൃശ്ശൂരിന് തുടർച്ചയുണ്ടാക്കാൻ BJPക്ക് കഴിയുമോ എന്നതാവും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേന്ദ്രം ചർച്ച ചെയ്യുകയും ഒപ്പം BJPക്ക് മുന്നിൽ ഉണ്ടാക്കുന്ന വെല്ലുവിളിയും. തൃശ്ശൂരിൽ സംഭവിച്ചത് BJPയുടെ പരമ്പരാഗത വോട്ടുകളിൽ വർധനവുണ്ടായതാണോ, അതല്ല BJP എന്ന സ്ഥാനാർത്ഥി സ്വയം സ്വാധീനിച്ച വോട്ട് ശതമാനമാണോ തൃശ്ശൂരിൽ
എന്നതാണ് ഉയരുന്ന രാഷ്ട്രീയ ചോദ്യം. ആ രാഷ്ട്രീയ ചോദ്യമാണ് നമുക്ക് പരിശോധിക്കപ്പെടുകയും ചെയ്യേണ്ടത്. ആവേശക്കാഴ്ചയൊരുക്കുന്നു ബി ജെ പിക്ക് സംസ്ഥാനത്ത് അവകാശപ്പെടാൻ കഴിയുന്ന രാഷ്ട്രീയ ചിത്രത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം മാറിയോ? 20% ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം, 19%-അപ്പുറത്തേക്ക് ബി ജെ പിയുടെ വോട്ട് ശതമാനം ഉയരുമ്പോൾ ഇനി അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് അത് നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയുമോ എന്ന രാഷ്ട്രീയ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാവുകയാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്താണ്? ഒപ്പം ഈ വെല്ലുവിളി മറ്റു രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി എന്താണ്? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. അത്ര വലിയ വർധനമൊന്നും ഉണ്ടായില്ല. 17% വോട്ടാണ് അവർക്ക് കിട്ടിയത്. അവർ വലിയ വർധനമൊന്നുമല്ല. 18% വരെ വോട്ട് അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്ഥലത്തും. ഇപ്പൊ ബി ജെ പിയുടെ പരിശോധിക്കാം. നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ നിർദ്ദേശമൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. ബി ജെ പിയുടെ ചില മണ്ഡലങ്ങളിലെങ്കിലും നല്ലതുപോലെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ള കാര്യം ഉൾപ്പെടെ വെച്ച് നല്ലതുപോലെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഇവിടെ പുനഃസംഘടന ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ച് വെറുതെ വേണ്ടാത്ത സങ്കീർണത ഉണ്ടാക്കണ്ട. ആവശ്യമുള്ള കാര്യം നമുക്ക് ചെയ്യാം കേട്ടാ. ആവശ്യമുള്ള കാര്യം ചെയ്യാം. വേണ്ടാതെ ഒരു സങ്കീർണത കേൾക്കുന്ന ആൾ വിചാരിക്കാം എന്തോ ഭയങ്കരമായ സംഭവം വരാമൊന്നുമില്ല. വടകര വലിയ മത്സരം നടന്ന സ്ഥലമാണ്. അവിടെ ഒരു കനത്ത തോൽവിയാണ്. അവിടെ ശരിക്കും അവര് വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലവും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സ്വാഭാവികമായിട്ടും ഇനി നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ മതസൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ ഒരു സജീവ ഇടപെടലാണ് ഇപ്പോഴവിടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ മേലെ അങ്ങനെ അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കണ്ട. കണക്കൂട്ടി നോക്കും. ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് ആരെ വോട്ടാണ് ബി ജെ പിയെ ജയിപ്പിച്ചത്? നിയമത്തെ അതേ സിസ്റ്റം. അതുകൊണ്ട് ഞാൻ കണക്ക് കൂട്ടിയത് ഞങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ബി ജെ പി ജയിക്കില്ല. പക്ഷേ ബി ജെ പിയെ കോൺഗ്രസ് ജയിപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാലം പിരിച്ചിരിക്കുന്നു. അവർ ജയിപ്പിച്ചിരിക്കുന്നു. അതാ ഉണ്ടായ സംഭവം. അതിന് കൃത്യമായ കണക്കാണ് നമ്മുടെ മുമ്പിലുള്ളത്. മൊത്തത്തിൽ പരാജയമാണ് ഇവിടെ കേരളത്തിൽ. അത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, പരാജയമാണ്. ആ പരാജയം സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും. അതിനുള്ള ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല. അത് തിരുത്തി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഒരേ സീറ്റേ കിട്ടിയിട്ടുള്ളൂ. ജോയി ഇവിടെ നിൽക്കുന്നുണ്ട്. ജോയിക്ക് 618 വോട്ടിനാണ് തോറ്റത്. അപ്പൊ അതൊരു ജയിച്ച തോൽവിയാണ്. അങ്ങനെയുണ്ടല്ലോ ഒരു തോൽവി, ഒരു ജയിച്ച തോൽവിയാണ്. അതുകൊണ്ട് അതെന്റെ തോറ്റ കൂട്ടത്തിൽ കൂട്ടേണ്ടിയില്ല. ചില നല്ലതുപോലെ ജയിച്ച് മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചെറിയ വോട്ടിനൊക്കെ തോറ്റിട്ടുണ്ട്. നല്ലപോലെ തോറ്റ മണ്ഡലങ്ങളുമുണ്ട്. എല്ലാം നമ്മൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അസംബ്ലിയിലേക്ക് വരുമ്പോഴേക്ക് അപ്പോഴും ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റിയൊന്നും അവർക്ക് വ്യാമോഹമൊന്നും ഉണ്ടാവേണ്ടിയില്ല. അതൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തിരിച്ച് വരാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് നഷ്ടപ്പെട്ടില്ല. കോൺഗ്രസിനാണ്, UDF-നാണ് 5%-ലധികം വോട്ട് നഷ്ടപ്പെട്ടത്. 47% എഴുതിക്കോ, 47% വോട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 2019 കിട്ടിയത്. 47. ഇപ്രാവശ്യം എത്രയാ? 42. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 36% വോട്ടാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് 1% വോട്ടിന്റെ കുറവോടെ 35% വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അടിത്തറ വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. അല്ലാണ്ട് എല്ലാം എന്തോ ആയിപ്പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും വേണ്ട. UDF-ന്റെ 5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 1% വോട്ട് കുറഞ്ഞു. കണക്കൂട്ടി നോക്കുക. ആരതാ കുറഞ്ഞത്?
പാർട്ടിയാണ്. അതിനനുസരിച്ചുള്ള പ്രചരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടത്തുകയും ചെയ്തു. മാഷ് എന്ന് പറഞ്ഞൊരു നിയോജക മണ്ഡലത്തിൽ 4000 കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട്. എന്നിട്ടും 1% വോട്ട് കുറയുകയാണ് ചെയ്തത്. അല്ല, എന്നിട്ട് 1% വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് ഈ നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തേ അടങ്ങുമെന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനം ഉണ്ടായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അവരുടെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച UDFന്റെ ഈ കാലത്ത് 1%. തിരുവനന്തപുരം, കാസർഗോഡ് ഒപ്പം പാലക്കാട് ജില്ലയുടെ ചില മേഖലകൾ, ഈ 3 മേഖലകളാണ് BJPയുടെ പൊതുവിൽ ശക്തി കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ സ്വാധീന കേന്ദ്രങ്ങളോ ആയി വിലയിരുത്തപ്പെട്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് തൃശൂർ എന്ന ജില്ലയും അതിൻ്റെ ഒരു പ്രഭവ മേഖലകളിലേക്ക് BJPയിലേക്ക് കടന്നു വന്നിട്ട് ഏറെ നാളൊന്നുമായില്ല. ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ അവിടെ വോട്ടുറപ്പിക്കാനും ഏറ്റവും ഒടുവിൽ അവിടെ നിന്നും സീറ്റിന് തുടർച്ചയുണ്ടാക്കാനും സീറ്റ് നേടാനും BJPക്ക് കഴിഞ്ഞു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ രാഷ്ട്രീയ നീക്കം പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ടതും പരിശോധിക്കപ്പെടേണ്ടതുമാണ്. 4%-ലധികം വോട്ട് വർധനവാണ് BJPക്ക് ഇത്തവണ ചില സംസ്ഥാനത്തുണ്ടായത്. പക്ഷേ 4% വോട്ട് വർധനവിനുമപ്പുറം ചില ഇടങ്ങളിലുണ്ടായ അസാധ്യമായ വളർച്ച പ്രത്യേകം പരിശോധിക്കപ്പെടണം. അതുണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ അങ്ങേയറ്റം പ്രസക്തമാണ് താനും. മിഥുൻ, രാവിലെ നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ BJP സംസ്ഥാനത്തുണ്ടാക്കിയ രാഷ്ട്രീയ മാറ്റം, അതിലുണ്ടാക്കുന്ന മണ്ഡലങ്ങളിലുണ്ടായിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ ഇത് പരിശോധിക്കുമ്പോൾ 4% വോട്ട് ശതമാനമാണ്. കഴിഞ്ഞ 2019 15%-ൽ നിന്നും 19%-ലേക്കും NDA BJP നയിക്കുന്ന മുന്നണിയുടെ വോട്ട് ശതമാനത്തിൻ്റെ വളർച്ച അത് എത്ര കണ്ടാണ് സംഭവിച്ചത്? ഒപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ അത് ഏതു തരത്തിലാണ് പ്രതിഫലിച്ചത്? സൈത്ത്, അതിലൊരു കാര്യം, 2019 ഇടതുമുന്നണിക്കാകട്ടെ അല്ലെങ്കിൽ UDFനാകട്ടെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്താൻ സാധിച്ചു. പക്ഷേ ഇത്തവണത്തേക്ക് 2024 വരുമ്പോൾ ഈ 2 മുന്നണികൾക്കും അവരുടെ വോട്ട് ശതമാനത്തിൽ വലിയ രീതിയിൽ കുറവുണ്ടായിട്ടുണ്ട്. പക്ഷേ BJPയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് മറിച്ചാണ്. അവർക്ക് വോട്ട് വിഹിതത്തിൽ വലിയ വർധനമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 4.18% വോട്ട് കൂടാൻ അവർക്ക് സാധിക്കും. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ നേരത്തെ സജിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറയാനുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉടൻ തന്നെ BJP പിടിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലൊരു പറച്ചിലൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. ഒപ്പം തന്നെ പാലക്കാട് നമ്മൾ കാണുകയും ചെയ്തതാണ്, മുനിസിപ്പാലിറ്റിയൊക്കെ പിടിക്കുകയും ചെയ്തു. പക്ഷേ ഈ 2 ജില്ലകൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റ് കാര്യമായ ഒരു നേട്ടം നടത്താൻ BJPക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ഈ 2024 വന്നപ്പോൾ ചിത്രം വേറൊന്നാണ്. മറിച്ച് സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും 2 ലോക്സഭാ മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലായിടത്തും കൃത്യമായി അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കും ചെയ്തു. 4.18% വോട്ട് വർധനം ഇത് രേഖപ്പെടുത്തുമ്പോൾ ഇത് ഏറ്റവും അധികം പ്രകടമായ നിയമസഭാ മണ്ഡലം എങ്ങനെയാണ്? അതെങ്ങനെയാണ് വേർതിരിക്കാൻ പറ്റുന്നത്? അതിൽ ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലും ഒപ്പം തന്നെ കാട്ടാക്കടയിലും കൃത്യമായി തന്നെ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടതാണ്. BJPക്ക് ശോഭാ സുരേന്ദ്രന്റെ കടന്നുവരവോടുകൂടി കൂടുതൽ വോട്ട് അവിടെ നേടി 2 ലക്ഷത്തോളം വോട്ട് കഴിഞ്ഞ വട്ടം പിടിച്ചെങ്കിൽ പോലും തന്നെ ഈ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലൊന്നും തന്നെ ഒരു മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിക്കുകയും ചെയ്യാത്തൊരു പശ്ചാത്തലമായിരുന്നു. പക്ഷേ ഇത്തവണ അവർ 1ാം സ്ഥാനത്ത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ എത്തുന്നു, കാട്ടാക്കടയിൽ 1ാമതെത്തുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ മറ്റു 3 മണ്ഡലങ്ങളിൽ കൂടി അവർക്ക് 1ാമതെത്താൻ സാധിക്കുകയും ചെയ്യുന്നു. അരുണ്, ഈ ആറ്റിങ്ങലിൽ സംഭവിച്ചത് എന്താണ് എന്നൊരു വലിയ പരിശോധന ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു CPM-നെ പോലെ ഇപ്പോഴും കുഴയ്ക്കുന്ന ഒരു വിഷയമാണ്. കാരണം ആറ്റിങ്ങലിൽ നെക്ക് ആൻഡ് നെക്ക് പോരാട്ടമുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറം അവിടെ BJPക്ക് CPM-ന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രത്തിൽ നിയമസഭാ മണ്ഡല കണക്ക് നോക്കുമ്പോൾ 1ാമതെത്താൻ കഴിഞ്ഞു. അതിൽ CPM കണക്കെടുത്തുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്? ആറ്റിങ്ങലിൽ ശരിക്കും BJP ഇത്തവണ ഇത്രയധികം വോട്ട് പിടിച്ചത് അത്ഭുതമായി ചിലർക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 ശോഭാ സുരേന്ദ്രൻ 2,48,000 വോട്ട് അവിടെ പിടിച്ചു. അന്ന് അത് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനോടുള്ള വ്യക്തിയോടുള്ള ആരാധനയും ശബരിമല വിഷയവും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആ രീതിയിലാണ് കണ്ടത്. അതിനപ്പുറത്തേക്ക് BJPക്കുള്ള വോട്ടല്ല എന്ന് വിലയിരുത്തി. പക്ഷേ ആ 2,48,000 നിന്നാണ് V. മുരളീധരൻ
ഈ 3,11,000 എത്തിയത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2,48,000 അവിടെ ഒരു ബേസായി മാറി, ബി.ജെ.പിയുടെ വോട്ട് ബേസായി മാറി. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുമെന്ന് പറയാമെങ്കിലും എങ്കിൽ പോലും വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ വളർച്ച ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ. അതാണ് പ്രസക്തം. നിയമസഭാ മണ്ഡല കണക്കെടുപ്പിൽ ആറ്റിങ്ങലിൽ 1-ാം സ്ഥാനത്തേക്ക് എത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞുവെങ്കിൽ, ആറ്റിങ്ങൽ നമുക്കറിയാം CPM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. തീർച്ചയായും ആറ്റിങ്ങലിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ വളർച്ച ബി.ജെ.പിക്ക്, അത് ശബരിമലയുടെ പേരിൽ മാത്രം ഉണ്ടായതല്ല എന്ന് ഇപ്പോഴത്തെ കണക്കുകൾ വ്യക്തമാക്കും. ആറ്റിങ്ങലിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്തെത്തിയത് ബി.ജെ.പിയാണ്. കോൺഗ്രസ് ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും CPM-ന്റെ ശക്തി കേന്ദ്രം, കോൺഗ്രസിനും അതേ സ്വാധീനമുണ്ടായിരുന്ന, ഏറെയും കുറഞ്ഞുമൊക്കെ സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. അവിടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമാകെ ഇടത് തരംഗമുണ്ടാകുമ്പോൾ അവിടെ 2-ാം സ്ഥാനത്തേക്ക് എത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞത്. അതിന്റെ തുടർച്ച അവർ ഇത്തവണയും അവിടെ ഉണ്ടാക്കി. കാട്ടാക്കടയും അതുപോലെ വലിയ വളർച്ചയുള്ള ഒരു മേഖല തന്നെയാണ് ബി.ജെ.പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴും ഒക്കെ. അവിടെ നമ്മൾ ഈ പരാമർശിച്ച ശോഭാ സുരേന്ദ്രൻ തന്നെ ഇത്തവണ വീണ്ടും താരമാകുന്നു എന്ന ചിത്രമുണ്ട്. നമുക്ക് പരിശോധിക്കേണ്ടത് ആലപ്പുഴയിൽ എന്ത് സംഭവിച്ചതെന്നതാണ്. സംസ്ഥാനത്ത് ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റവും അധികം ബി.ജെ.പിക്ക് വളർച്ചയുണ്ടായത് ആലപ്പുഴയാണ്. എന്താണ് മിഥുനന്റെ ചിത്രം? ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ 17.24% വോട്ടായിരുന്നു ബി.ജെ.പിക്ക് നേടാനായതെങ്കിൽ ഇത്തവണ ചിത്രം മറിച്ചാണ്. കാരണം ശോഭാ സുരേന്ദ്രന്റെ ഒരു കടന്നുവരവോടുകൂടി നമുക്കറിയാം ആലപ്പുഴയിൽ ഒരുപക്ഷെ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാകാം, അല്ലെങ്കിൽ ഒരു UDF-ന് ഒരു ഈസി വാക്കോർ ഉണ്ടാകാം. കാരണം ഒരു തരി അവിടെ ഉണ്ട് എങ്കിൽ പോലും തന്നെ ഒരു ഈസി വാക്കോർ ഉണ്ടാകാം എന്നുള്ള ചർച്ചകളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായതെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു കടന്നുവരവോടുകൂടി ആ ചിത്രം അങ്ങ് മാറുകയായിരുന്നു. ഇത്തവണ 11.14% വോട്ട് ആലപ്പുഴയിൽ കൂടുതൽ നേടാൻ ബി.ജെ.പിക്ക് സാധിച്ചു ശോഭാ സുരേന്ദ്രനിലൂടെ എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ പല മണ്ഡലങ്ങളിലും, അതായത് ഈ നിയോജക മണ്ഡലങ്ങളിലടക്കം പലയിടത്തും മുന്നിൽ വന്നില്ല എങ്കിൽ പോലും പലയിടത്തും 2-ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. 3-ാം സ്ഥാനത്തിൽ ഈ ആലപ്പുഴ സൂചിപ്പിക്കുന്ന ഈ വർധനവ് 11% വർധനവ് CPM-ന്റെ അടിസ്ഥാന മേഖലകളിൽ നിന്നുള്ള ഒരു ചോർച്ചയാണ്. അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും. അതായത് ആലപ്പുഴ നിയോജക മണ്ഡലത്തിലടക്കം 3-ാം സ്ഥാനത്താണ് ബി.ജെ.പി എത്തിയെങ്കിൽ പോലും നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് 3-ാം സ്ഥാനത്തെത്തിയതാണ്. ആലപ്പുഴ, ചേർത്തല, ഒപ്പം തന്നെ കായംകുളം അടക്കമുള്ള 3 നിയോജക മണ്ഡലം കൃത്യമായ ആധിപത്യം പുലർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയിലേക്ക് വരുമ്പോഴും കരുനാഗപ്പള്ളിയിലെ ചില പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഇപ്പോൾ തഴവ അടക്കമുള്ള പഞ്ചായത്തുകളുണ്ട്. തഴവ, ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയിലെ താലൂക്ക്, അവിടെയൊക്കെ കൃത്യമായി തന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ തന്നെ കൃത്യമായി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും അവിടെ ഒന്നാമതെത്താനും ശോഭാ സുരേന്ദ്രന് സാധിച്ചു എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ 11.14% വർദ്ധിപ്പിക്കാൻ ബി.ജെ.പിക്ക് ആവുകയും. അരുണ്, ഈ ശോഭാ സുരേന്ദ്രന്റെ വോട്ടല്ല എന്ന് പറയുമ്പോഴും ആലപ്പുഴയിൽ ശോഭ വന്നതുകൊണ്ട് മാത്രം സ്വാധീനിച്ച ചില വോട്ടുകൾ ഉണ്ടെന്ന് കരുതുന്നു. ഒരുപക്ഷെ അത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യമെന്ന് കരുതാം. ഉദാഹരണത്തിന് SNDP വോട്ടുകളെ സ്വാധീനിക്കാൻ ശോഭാ സുരേന്ദ്രൻ തുടക്കം മുതലേ മുന്നോട്ടെടുത്ത ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. അവിടുത്തെ ധീവര വിഭാഗം, മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ആളുകളെ സ്വാധീനിക്കാൻ, തീരദേശ മേഖലയിലുള്ളവരെ സ്വാധീനിക്കാൻ എടുത്ത തന്ത്രമുണ്ട്. ഇവിടെ എല്ലാം നഷ്ടമുണ്ടാക്കിയത് CPM-നാണ്. അതുതന്നെയാണ് ആലപ്പുഴ CPM-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രം, അല്ലെങ്കിൽ CPM-ന് വൈകാരിക ബന്ധമുള്ള ജില്ലയാണ് ആലപ്പുഴ. അവിടെ വളരെ കൃത്യമായി വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്ന CPM തന്നെ. കരുനാഗപ്പള്ളിയിലൊക്കെ 2-ാം സ്ഥാനത്തേക്ക് ബി.ജെ.പി എത്തണമെങ്കിൽ സ്വാഭാവികമായും അവിടെ എന്തുമാത്രം ചോർച്ച CPM-ന് ഉണ്ടാകണം. ഹരിപ്പാട് UDF-നും ശക്തി കേന്ദ്രമാണ്, അതുപോലെ CPM-നും സ്വാധീനമുള്ള, അവിടെ വലിയ പ്രകടനം നടത്താൻ. കായംകുളത്ത് ആ രീതിയിൽ വലിയ കൃത്യമായ CPM വോട്ട് ബാങ്ക്. അത് ഈ ആലപ്പുഴ മാത്രമല്ല, സംസ്ഥാനത്ത് പലയിടത്തും അത്തരത്തിൽ വോട്ട് ചോർച്ച CPM-ൽ നിന്നുണ്ടായെന്ന് ഉറപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ചോർച്ച നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആറ്റിങ്ങലിലും അതുപോലെ ആലപ്പുഴയിലുമാണെന്ന് വ്യക്തമാണ്. കാരണം അതിലൊരു കാര്യമുണ്ട്. കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ തവണ ആരിഫിന് കൂടുതൽ മേൽക്കൈ കൊടുത്ത ഒരു മണ്ഡലം കൂടിയായിരുന്നു. ആരിഫിന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയായിരുന്നു കരുനാഗപ്പള്ളി. പക്ഷെ ഇത്തവണ അത് പോകുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾക്ക് പോകുമ്പോൾ ബി.ജെ.പിയുടെ ഏറ്റവും ശക്തമായി പിന്നീടുണ്ടായ ഒരു സ്ഥലമായി നിന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരിടം, അത് തിരുവനന്തപുരത്തെ വർധനവുണ്ട്. തിരുവനന്തപുരത്ത് 31% നിന്നും അത് 35% വർദ്ധിക്കുന്നു. തൃശ്ശൂർ പ്രത്യേകം പരാമർശിക്കണം. തൃശ്ശൂർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, 28% നിന്നാണ് 37%ലേക്കുള്ള വലിയൊരു വളർച്ച ഉണ്ടാകുന്നത്. അതായത് സംസ്ഥാനത്ത് ഇത്തവണ സീറ്റ് നേടാൻ കഴിഞ്ഞത് തൃശ്ശൂരാണെങ്കിലും ബി.ജെ.പിക്ക് രണ്ടാമതായി വോട്ട് വർധനവ് ഉണ്ടാക്കിയ ഇടമാണ് തൃശ്ശൂർ എന്നതാണ്. ഒന്നാമത് ആലപ്പുഴയാണ്, രണ്ടാമത് ആലത്തൂരാണ്. ആലത്തൂരിൽ 10.15% വർദ്ധിപ്പിക്കാൻ സാധിച്ചു TN സരസുകളുടെ. നമ്മൾ ഈ കണക്കിൽ അതാണ് 10.15% നേടി. കാരണം കഴിഞ്ഞ തവണ 2019 8.78% ബി.ജെ.പിയുടെ വോട്ട് ഷെയർ എങ്കിൽ അത് ഇത്തവണ 18%-ലേക്ക് എത്തിക്കാൻ TN സരസുരെ കൊണ്ട് സാധിച്ചു. 1,85,000-ലധികം വോട്ട് നേടിയത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ
രാധാകൃഷ്ണന് വിജയിച്ച് കയറാൻ സാധിച്ചതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ തവണ 1.5 ലക്ഷത്തിനടുത്ത് ഒരുപക്ഷെ വലിയ രീതിയിൽ വോട്ട് ഷെയർ നേടുകയും ഒപ്പം തന്നെ വലിയൊരു മികച്ച വിജയം രമ്യ ഹരിദാസിന് നേടിക്കൊടുത്തതും അവിടെ നിന്നുള്ള വോട്ട് തന്നെ. ആ വോട്ടുകളാണ് ഈ പറയുന്ന TN സരസുവിന്റെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്തു. അതായത് കഴിഞ്ഞ തവണ BDJS മത്സരിച്ച BJPക്ക് സംബന്ധിച്ച ഒരു സാധ്യതയും പൊതുവിൽ പരിഗണിക്കാതിരുന്ന ഒരിടത്താണ് ഈ വളർച്ച ഉണ്ടായതെന്ന പ്രത്യേകത. തീർച്ചയായും. അതായത് നമുക്കറിയാം ആലത്തൂർ എന്ന് പറയുന്ന മണ്ഡലം അത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ കാലങ്ങളായി CPMന്റെ ഉരുക്ക് കോട്ടയെന്ന് തന്നെ പറയാം. PK ബിജു 2 തവണ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നു. 2019 ഒരുപക്ഷെ K രാധാകൃഷ്ണനെ അന്ന് മത്സരിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യമൊക്കെ അവിടുത്തെ പാർട്ടി നേതാക്കളൊക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നു. ഞാൻ ആലത്തൂർ നേരിട്ട് പോയി 2 ദിവസം അവിടെ താമസിക്കുകയും 2 ദിവസം അവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം പല CPMന്റെ പ്രവർത്തകർ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഞങ്ങൾ ഈ ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ച PK ബിജുവിനെ ഇത്തവണ നിർത്തരുത്, രാധാകൃഷ്ണനെ കൊണ്ടുവരിക, എങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്തവണ അതുകൊണ്ടാണ് മാറ്റിക്കൊടുക്കുന്നത്. അരുണെ, ഈ രാധാകൃഷ്ണന്റെ വിജയം CPMന് കനൽ ഒരു തരി എന്നത് ആലത്തൂരായി എന്നതിന് കാരണം അത് K രാധാകൃഷ്ണന്റെ നേട്ടമായത് BJP പിടിച്ച വോട്ടുകൾ, അങ്ങനെ ഒരു വിലയിരുത്തൽ പൊതുവിൽ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? 100% കാരണം K രാധാകൃഷ്ണൻ CPMലെ ഏറ്റവും ജനകീയ, പ്രത്യേകിച്ച് ആ തൃശ്ശൂർ പാലക്കാട് മേഖലകളിലെങ്കിലും ഏറ്റവും ജനകീയ നേതാവായി കാണാം. അദ്ദേഹത്തിന് ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുണ്ട്, ലാളിത്യത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം, ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ലാത്ത നേതാവാണ്. അത്തരം ഒരാൾ അവിടെ ഇന്നലെ ജയിച്ചെങ്കിൽ സ്വാഭാവികമായും അവിടെ ഈ സരസു എന്ന BJP സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകൾ അതിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന ഉറപ്പാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ രമ്യ ഹരിദാസ് അവിടെ ഒരു തവണ കൂടി ജയിച്ചേനെ. രമ്യ ഹരിദാസിന് നിരവധി എതിർവികാരങ്ങളുണ്ട്. അവർ MP നടത്തിയ പ്രവർത്തനങ്ങൾ, ഇന്നത്തെ DCC പ്രസിഡന്റ് തന്നെ രമ്യ ഹരിദാസിനെ കുറ്റപ്പെടുത്തി. പാർട്ടി പറഞ്ഞാൽ, മുതിർന്ന നേതാക്കളെ പറഞ്ഞാൽ അനുസരിച്ച് കേൾക്കുന്ന രീതിയിലല്ല രമ്യ മുന്നോട്ട് പോയെന്ന് പറഞ്ഞു. അതിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പക്ഷേ അതിനപ്പുറത്തേക്ക് സരസു പിടിച്ച വോട്ട് അവിടെ 1,88,230 0.15% വർധനമാണ് ഉണ്ടായത്. വർധനവ് മാത്രം ഉണ്ടായിട്ടുണ്ട്. അതാണ് 18.97% എന്ന ആ ഒരു ഫിഗറിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് തന്നെയാണ് അവിടെ രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത്. K രാധാകൃഷ്ണൻ എന്ന ജനകീയ നേതാവിൻ്റെ, CPM നേതാവിൻ്റെ പ്രതിച്ഛായ, അദ്ദേഹത്തോട് ജനങ്ങളുടെ സ്നേഹമൊക്കെ മറികടന്നും അവിടെ രമ്യ ഹരിദാസ് തോറ്റെങ്കിൽ അതിന് കാരണം സരസു പിടിച്ച BJPയുടെ സ്ഥാനത്ത് പിടിച്ച വോട്ട്. അതിൽ കൂടെ ഒരു കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചേലക്കര മണ്ഡലത്തിൽ K രാധാകൃഷ്ണന്റെ മണ്ഡലമാണ്. ചേലക്കരയിൽ ലീഡ് ചെയ്തത് രമ്യ ഹരിദാസാണ് ഇത്തവണയും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുന്നു. BJPയുടെ സംസ്ഥാനത്തെ വളർച്ച വിലയിരുത്തുമ്പോൾ മറ്റേതൊക്കെ ഇടങ്ങളെയാണ് നമുക്ക് പ്രത്യേകം പരാമർശിക്കേണ്ടി വരുന്നത്? ഇനിയുള്ളത് തൃശ്ശൂർ വിജയിച്ച് കഴിയുകയും ചെയ്തു. അവിടെ 9.60% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു മണ്ഡലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പിന്നീട് ഏറ്റവും കൂടുതൽ വർധന ഉണ്ടായിട്ടുള്ളത് ആറ്റിങ്ങൽ, കൊല്ലം, ഒപ്പം തന്നെ കൊല്ലത്ത് പ്രത്യേകിച്ച് എടുത്തു പറയണം. കാരണം G കൃഷ്ണകുമാറിൻ്റെ ഒരു കടന്നുവരവ് നമ്മൾ ആദ്യമൊക്കെ വലിയ രീതിയിൽ അതായത് UDFന്റെ, അതായത് NK പ്രേമചന്ദ്രൻ്റെ സീറ്റ് അത് ഇത്തവണയും NK പ്രേമചന്ദ്രൻ ആയിരിക്കും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു എങ്കിൽ പോലും തന്നെ G കൃഷ്ണകുമാർ അവിടെ കൃത്യമായി വോട്ട് പിടിക്കുകയും ചെയ്തു. കാരണം കഴിഞ്ഞ തവണ 10.67% BJPയുടെ വോട്ട് നില. പക്ഷേ ഇത്തവണ അത് 17.82 7.15% വോട്ട് കൊല്ലത്ത് നേടാൻ BJPക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. BJPക്ക് കൊല്ലത്തുണ്ടായിരിക്കുന്ന വർധനവ് അത് ചെറുതല്ല, 7.15% വർധനവാണ്. ഒപ്പം മറ്റിടങ്ങൾ വേഗത്തിൽ പരാമർശിച്ചു പോകുമ്പോൾ പ്രധാനമായ വർധനവ് BJPക്ക് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ അതെങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? തീർച്ചയായും നിയമസഭാ മണ്ഡലം അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ 11 നിയോജക മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഒന്നാമതെത്തിയത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒന്നാമത് BJPക്ക് എത്താനായത് 11 നിയോജക മണ്ഡലങ്ങളാണ്. അത് തിരുവനന്തപുരം ജില്ലയിൽ 5-ഉം തൃശ്ശൂർ ജില്ലയിലെ 6-ഉമാണ്. ഈ 11 3 മന്ത്രിമാരുടെ മണ്ഡലമുണ്ട് എന്നുള്ളത് തന്നെയാണ്. K രാജന്റെ ഒല്ലൂര്, ഒപ്പം തന്നെ R ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുട, V ശിവൻകുട്ടിയുടെ നേമം, ഈ 3 മണ്ഡലങ്ങളിലും ഒന്നാമതെത്താൻ BJPക്ക് സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ നോക്കുമ്പോൾ കാസർഗോഡ് വേഗത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 3.71% വർധനവ് ഇത്തവണയുണ്ടായി. കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിലും 4.76% വോട്ട് കണ്ണൂരിൽ വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. വടകരയിൽ 2.45%. ഒപ്പം തന്നെ വയനാട് K സുരേന്ദ്രൻ ഇത്തവണ 1 ലക്ഷത്തിന് മുകളിൽ വോട്ട് പിടിക്കാൻ K സുരേന്ദ്രനെ കൊണ്ട് സാധിച്ചു. 5.78% അവിടെ നേടി. കോഴിക്കോട് 1.59%. മലപ്പുറത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ 0.9% ഇത്തവണ കുറഞ്ഞു.
മലപ്പുറത്ത്. പിന്നീട് നോക്കുമ്പോൾ പൊന്നാനിയിൽ 1.27% അല്ല, ഈ ബി ജെ പിയുടെ വളർച്ച പറയുമ്പോഴും ബി ജെ പിക്ക് ഇത്തവണ വോട്ട് ശതമാനത്തിൽ കുറവ് വന്ന ചില പ്രസക്തമായ ഇടങ്ങളുണ്ട്, അതുകൂടി പരാമർശിക്കണം. പത്തനംതിട്ടയിൽ നമുക്കറിയാം BJP A ക്ലാസ് മണ്ഡലമായി കണക്കാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അവിടെ കഴിഞ്ഞ തവണ ശബരിമല വിഷയമടക്കമുണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ 2,88,000 വോട്ട് നേടി വലിയ രീതിയിൽ ഒരു മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയായിരുന്നു. പക്ഷേ ഇത്തവണ ആ കണക്കുകളിലേക്ക് വരുമ്പോൾ 3.6% വോട്ട് അവിടെ കുറയുകയാണ് ചെയ്തത്. കാരണം നമ്മൾ ആ ഒരു പ്രചരണ വേളയിലൊക്കെ തന്നെ അടക്കമുള്ള നേതാക്കൾ അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ സഭാ നേതാക്കളെയൊക്കെ പോയി കാണുന്നു. കൂടുതൽ വോട്ട് BJPയിലേക്ക് വരുമെന്നൊക്കെ നമ്മൾ കരുതിയെങ്കിൽ പോലും തന്നെ ആ ഒരു കാര്യം അവിടെ നടന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനിലാന്റണിയെ അവർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. നമുക്ക് സമയപരിമിതി ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായും പരിശോധിക്കുകയും ചെയ്യാം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ നടന്നിട്ടുണ്ട്. അത് ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ എൻ ബ്ലോക്കായി UDFനെ പിന്തുണച്ചിരിക്കാം എന്നൊരു വിലയിരുത്തലേക്ക് ഒരുപക്ഷെ നമുക്ക് പോവേണ്ടി വരും. പക്ഷേ തൃശ്ശൂരിൽ മറ്റൊരു ചിത്രമുണ്ട്. അതൊരു സ്ഥാനാർത്ഥി നേടിയ വോട്ട് എന്ന ഒരു വിലയിരുത്തൽ നമുക്ക് ആ ഘട്ടത്തിൽ നടത്തണം. കാരണം BJPക്ക് ലഭിച്ച ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ BJPക്ക് നൽകിയ വോട്ടല്ല, മറിച്ച് സുരേഷ് ഗോപിക്ക് നൽകിയ വോട്ട് എന്ന തരത്തിലേക്ക് വിലയിരുത്തണം. കാരണം ഈ പ്രതികൂല സാഹചര്യത്തിൽ നിന്നും പത്തനംതിട്ടയിൽ UDFന് 60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ കൃത്യമായ നീക്കം UDFന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ടാവാം. അതാണ് അനിൽ ആന്റണിയുടെ നഷ്ടവും ആന്റോ ആന്റണിയുടെ നേട്ടവുമായി. തീർച്ചയായും അതാണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നതാണ്. മറ്റൊരു മണ്ഡലം കൂടിയുണ്ട്. BJPക്ക് ഇത്തവണ BJP അല്ല NDAക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്തത് ചാലക്കുടിയിലായിരുന്നു. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായിരുന്നു, പക്ഷേ ഇത്തവണ അത് BDJSന് ആ സീറ്റ് വെച്ചു മാറുകയായിരുന്നു ചെയ്തത്. അവിടെ 4.39% വോട്ട് പിടിക്കുകയാണ് BJPക്ക് ചെയ്തത്. ഈ 2 ലോക്സഭാ മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ 18 ലോക്സഭാ മണ്ഡലങ്ങളിലും കൃത്യമായി മുന്നേറ്റം നടത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. യെസ് അരുണ്, ഇവിടെ ഈ BJPയുടെ വളർച്ച നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ പ്രത്യേകം നഷ്ടം അല്ലെങ്കിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നത് CPM ആണ്. ഇതിൽ ജാഗ്രത കൂടുതൽ പാലിക്കേണ്ടത് എന്നതിൽ തർക്കമില്ല. എനിക്ക് തോന്നുന്നു പ്രതികരിച്ച പ്രധാനപ്പെട്ട CPM എല്ലാം BJPയുടെ വളർച്ചയെ ഞങ്ങൾ ജാഗരൂകമായി കൂടുതൽ ജാഗ്രതയെടുത്ത് വിലയിരുത്തും എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസിന്റെ നഷ്ടം BJP നേട്ടമാക്കുന്നു എന്നതാണ് CPM ഇതുവരെ എടുത്തിരുന്ന ന്യായീകരണം. ആ ന്യായീകരണത്തിലേക്ക് എനിക്ക് പോകാൻ കഴിയില്ല. കാരണം ലോക്സഭാ മണ്ഡല ചിത്രം പരിശോധിക്കുമ്പോൾ UDF വോട്ട് പിടിച്ചിട്ടുണ്ട്, എവിടെയും നഷ്ടമുണ്ടാക്കിയിട്ടില്ല. പക്ഷേ അവിടെ BJPക്ക് വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തങ്ങളുടെ അടിസ്ഥാന മേഖലയിൽ നിന്നും BJP വോട്ട് കൊണ്ടുപോകുന്നു എന്ന വിലയിരുത്തൽ CPMനുണ്ടോ? CPM ഇന്നൊരു പ്രാഥമിക കണക്കാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. 5% വോട്ട് UDFന്റെ കുറഞ്ഞു, 1% വോട്ട് LDFന്റെയും കുറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞത് UDFന്റേതാണ്. UDFന്റെ വോട്ടാണ് BJPയിലേക്ക് പോയതെന്ന ഒരു പൊതു വിലയിരുത്തൽ അദ്ദേഹം നടത്തി. പക്ഷേ ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പ്രസ്താവന, ഒരു പ്രതികരണം വന്നത് CPMന്റെ ജില്ലാ സെക്രട്ടറിയും ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥിയുമായ V ജോയിയുടേതാണ്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ആറ്റിങ്ങലിൽ LDFന്റെയും UDFന്റെയും വോട്ടുകൾ പോയിട്ടുണ്ട്. ഹൈന്ദവവൽക്കരണം നടത്താൻ അവിടെ BJP സ്ഥാനാർത്ഥി ശ്രമിച്ചിട്ടുണ്ട്. ആ ഹൈന്ദവവൽക്കരണത്തിന്റെ ഭാഗമായി ചില വോട്ടുകൾ LDFൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുന്നു ആറ്റിങ്ങലിലെ പരാജയത്തിന് കാരണം ഹിന്ദു വോട്ടുകൾ, CPMന്റെ എക്കാലത്തെയും അടിത്തറയായ ബേസായ ഹിന്ദു വോട്ടുകൾ പോയിട്ടുണ്ട്. ആറ്റിങ്ങൽ അത് കൂടുതൽ പോയിട്ടുണ്ട്. അതാണ് ആറ്റിങ്ങൽ മണ്ഡലം അടക്കം അവിടെ BJP മുന്നേറാൻ കാരണമെന്ന് V ജോയ് തിരിച്ചറിയുന്നു. അത് MV ഗോവിന്ദൻ തിരിച്ചറിയുമോ, CPMന്റെ സംസ്ഥാന നേതൃത്വം തിരിച്ചറിയുമോ എന്നാണ് ഇനി അറിയാം. അതെ, ഈ ജോയിയുടെ ആശങ്ക അതേ തരത്തിൽ തന്നെ ആരിഫിനും ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിൽ ആരിഫിന്റെ ഇന്നലത്തെ പ്രതികരണവും അതാണ്. കാരണം പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ട്, അത് BJPക്ക് പോയി എന്ന ആശങ്ക അവിടെയുണ്ട്. അരുണ്, ഇതിൽ സംശയമുണ്ടാകുന്ന ഒരു കാര്യം, CPMന്റെ തന്ത്രം തുടക്കം മുതൽ പാളി എന്നൊരു വിലയിരുത്തൽ നമുക്ക് നടത്തിയേ പറ്റൂ. കാരണം സ്ട്രാറ്റജി അപ്പാടെ പൊളിഞ്ഞുപോയി, തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി അപ്പാടെ പൊളിഞ്ഞുപോയി. അതിന് ഉത്തരവാദി ആരെ എന്ന ചോദ്യത്തിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. അതിനു മുമ്പ് ഈ സ്ട്രാറ്റജിയെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കുക എന്ന സ്ട്രാറ്റജി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊന്നും ശക്തമായിരുന്നു. മലബാറിൽ വലിയ നേട്ടമുണ്ടാക്കുക എന്ന CPMന്റെ സ്ട്രാറ്റജി വലിയ അർത്ഥത്തിൽ പൊളിഞ്ഞുപോയി എന്ന തെളിവുണ്ട്. അത് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, പരമ്പരാഗത CPM വോട്ടുകളിൽ ചോർച്ച ഉണ്ടാക്കിയതിന് കാരണങ്ങളിലൊന്ന് ഈ ന്യൂനപക്ഷങ്ങളോടുള്ള അമിത പ്രീണനമാണോ എന്നൊരു സംശയം. ആ ചർച്ചയുണ്ടോ?
അമിത പ്രീണനത്തിനപ്പുറത്തേക്ക് അമിത പ്രേമമെന്ന് CPM-ന്റെ അണികൾ തന്നെ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. കാരണം CPM ഇത്തരത്തിലൊരു ന്യൂനപക്ഷങ്ങളോട് അടുക്കാൻ കഴിഞ്ഞ കുറേ നാൾ ശ്രമിക്കുന്നുണ്ട്. അതിനവരെ പ്രേരിപ്പിച്ചത് ശബരിമലയാണെന്ന്, വലിയ അളവിൽ ശബരിമലയാണ്. ശബരിമല ഒന്നോടുകൂടി ഹൈന്ദവ വോട്ടുകൾ വലിയ രീതിയിൽ വിട്ടുപോകുന്നു. ഈഴവ വോട്ട് ബേസ് CPM-ന് എക്കാലത്തും ശക്തമായി നിൽക്കുന്നവരാണ്. അവർ വിട്ടുപോകുമെന്ന ആശങ്ക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അങ്ങനെ ഒരു വലിയ ആശങ്ക CPM ഉണ്ട്. അവിടെയാണ് CPM നേരത്തെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ന്യൂനപക്ഷ പ്രീണനം കൂടുതലായി നടത്താൻ ശ്രമിച്ചു. നമുക്കറിയാം, ഈ പൗരത്വ നിയമ ഭേദഗതിയിലൊക്കെ ആദ്യം സമരവുമായി ഇറങ്ങിയത് CPM ആണ്. ഈ രണ്ടാം ഘട്ടം വന്നപ്പോഴും CPM ഇറങ്ങുന്നു. അവിടെ UDF ചെയ്ത ഒരു കൃത്യമായ നീക്കം, UDF-ഉം ആദ്യം ഈ വിഷയം അവർ ആദ്യം തെരുവിലിറങ്ങി സമരം ചെയ്തു. എന്നാൽ അവർ പൂർണ്ണമായും അതിൽ നിൽക്കാതെ അതിൽ നിന്ന് പിന്നീട് പതിയെ പിൻവാങ്ങി. പക്ഷേ CPM ഏത് നേതാവ് പ്രസംഗിച്ചാലും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനുമൊക്കെ എവിടെ സംസാരിച്ചാലും ഈ CA പൗരത്വ നിയമ ഭേദഗതി വിഷയമാണ് ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത്. അത് കുറച്ച് കടന്നുപോയോ എന്ന ചിന്ത CPM നേതാക്കൾ തന്നെ നേതൃത്വം ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് മലപ്പുറത്ത് നിന്നൊക്കെ ആയത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ന്യൂനപക്ഷങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അങ്ങോട്ട് ചെന്ന് ആ വിഷയം ഏറ്റെടുക്കുന്നു. എനിക്ക് തോന്നുന്നു ലീഗിന് പോലും അത് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയും ലീഗ് നേതാക്കളും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ നൽകിയ രാഷ്ട്രീയ മറുപടി CPM-ന് കൂടിയാണ്. കാരണം മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ലീഗിനുണ്ടാക്കുന്ന നഷ്ടം എന്നതായിരുന്നു ഒരു പൊതു വിലയിരുത്തൽ. ലീഗും അത്തരം ഒരു ഭയത്തിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, മലപ്പുറത്തെ ലീഡ് 3 ലക്ഷത്തിലേക്ക് പോകുന്നു, പൊന്നാനിയിലെ ലീഡ് 2 ലക്ഷം മറികടക്കുന്നു. അങ്ങനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് പോയപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഞങ്ങളുടെ അടിസ്ഥാന ബേസ് ഒന്നുകൂടി ശക്തിപ്പെട്ടു എന്ന് ലീഗിന് അവകാശപ്പെട്ടു. ലീഗിന്റെ ഒരു ആത്മാഭിമാനത്തെ അവരുടെ ഒരു വോട്ട് ബേസിനെയൊക്കെ ആശങ്കപ്പെടുന്ന നീക്കമാണ് CPM നടത്തിയത്. കാരണം സമസ്തയെ കൂട്ടുപിടിച്ചാണ് പലയിടത്തും CPM ആ ഒരു നീക്കം നടത്തിയത്. അവർ സ്വാഭാവികം ലീഗ് പ്രതികരിച്ചേ മതിയാകൂ. ലീഗ് അതുകൊണ്ടാണ് വളരെ കൃത്യമായി തങ്ങളുടെ വോട്ടുറപ്പിക്കാൻ കൃത്യമായ ശ്രമം നടത്തി. അവിടെയാണ് CPM-ന്റെ ലക്ഷ്യം ഒരുപക്ഷെ മലപ്പുറമോ പൊന്നാനിയോ ഒന്നും ആയിരുന്നിരിക്കില്ല. വടകരയും കണ്ണൂരും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വിജയിക്കാവുന്ന മണ്ഡലങ്ങൾ അവിടെയാകാം, അത് ലക്ഷ്യമിട്ടാകാം CPM ഇത്ര അധികം ഒരു നീക്കം നടത്തിയത്. പക്ഷേ അത് അവിടെയും ഗുണം ചെയ്തില്ല. മലപ്പുറത്തൊക്കെ ഇരട്ടി ഗുണം അത് UDF-ന് ചെയ്യുകയും ചെയ്തു. അതായത് ചില ആളുകൾ പ്രതികരിക്കും പോലെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ട് CPM നടത്തുന്ന നീക്കം, വലിയ പ്രചരണം പൗരത്വ നിയമ ഭേദഗതിക്ക് BJP-ക്കെതിരെ നടത്തിയത് യഥാർത്ഥത്തിൽ വോട്ടായി മാറിയത് UDF-നും പ്രത്യേകിച്ച് കോൺഗ്രസിനുമാണ്. അവിടെയാണ് CPM-ന് തെറ്റിപ്പോയത്. അതെ, അപ്പോൾ അടിസ്ഥാനപരമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്നൊരു വലിയ ആശയക്കുഴപ്പത്തിലേക്ക് CPM പോയി എന്നതാണ് ചിത്രം. ഇതാണ് BJP-യുടെ വളർച്ച സംസ്ഥാനത്തുണ്ടാക്കുന്ന രാഷ്ട്രീയം. അരുണ്, ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് BJP-യിൽ നിന്നും അടുത്ത വിഷയത്തിലേക്ക് പോകാം. വരാനിരിക്കുന്നത് മാസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അതിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആദ്യ വെല്ലുവിളി തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ഇടതുപക്ഷം നേട്ടം കൊയ്യാറുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നമ്മളൊന്ന് പരിശോധിക്കണം. BJP പഞ്ചായത്തുകളിൽ ഉണ്ടാക്കിയ സ്വാധീനം ചെറുതല്ല. പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള ശക്തമുണ്ടായി. സംസ്ഥാനത്ത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒന്നും അക്കൗണ്ട് തുറക്കൽ ചർച്ചയാവുന്നതിന് മുമ്പ് തന്നെ വലിയ സ്വാധീനം പഞ്ചായത്ത് തലത്തിൽ BJP പലയിടങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ വോട്ടിംഗ് ശതമാനം നിലനിർത്തിയാൽ BJP അത്ഭുതങ്ങൾ ഉണ്ടാക്കുമോ? ഒരു സംശയമില്ല. ഏറ്റവും എളുപ്പം എടുക്കാവുന്ന ഒരു ഉദാഹരണം തിരുവനന്തപുരം നഗരസഭയാകാം. തിരുവനന്തപുരം കോർപ്പറേഷൻ, തിരുവനന്തപുരം നഗരസഭ ഏറ്റവും ഗ്ലാമറുള്ള നഗരസഭ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തിരുവനന്തപുരം ഭരണസിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം ജില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ഫലം വളരെ നിർണായകമാണ്. ഇന്നലെ നമ്മൾ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നഗരമേഖലയിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം ഇത് ആദ്യമല്ല. നേരത്തെ O രാജഗോപാൽ മത്സരിക്കുമ്പോഴും കുമ്മനം രാജശേഖരൻ മത്സരിക്കുമ്പോഴും ഒക്കെ BJP ആ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വട്ടിയൂർക്കാവും തിരുവനന്തപുരവും ഒക്കെ അവർ ജയിക്കുമെന്നുള്ള പ്രതീക്ഷിച്ച മണ്ഡലങ്ങളാണ്. നിയമത്തോടെ വിജയിക്കാനുമായി. പക്ഷേ ഇന്നലത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ വളരെ ശക്തമായ രീതിയിലാണ് BJP മുന്നേറ്റം. അത് ചെറിയ കണക്കുകളല്ല. ഇടതുമുന്നണി പതിറ്റാണ്ടുകളായി കോർപ്പറേഷൻ ഭരിക്കുന്ന CPM-നെ ഇടതുമുന്നണിയെ ആലോചനപ്പെടുത്തുന്ന ആശങ്കപ്പെടുന്ന മുന്നേറ്റമാണ് ഇന്നലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുമ്പോൾ തിരുവനന്തപുരം നഗരമേഖല ഉണ്ടായത്. അതൊരു ഉദാഹരണം മാത്രമാണ്. ആറ്റിങ്ങൽ ഒട്ടും മാറ്റിവെക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ആറ്റിങ്ങൽ ഇപ്പോൾ തന്നെ പലയിടത്തും BJP-ക്ക് ജനപ്രതിനിധികളുള്ള ചിലയിടങ്ങളിലെങ്കിലും ചെയർമാൻ സ്ഥാനമൊക്കെ ഉള്ള ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ്. ആറ്റിങ്ങലിൽ വലിയ ശക്തമായ മുന്നേറ്റം നടത്തും. കാട്ടാക്കടയിൽ അതുപോലെ വലിയ സ്വാധീനം BJP ഉണ്ടാക്കുന്നുണ്ട്. വടക്കോട്ട് പോയാൽ പാലക്കാട് നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ BJP-ക്ക് ആ രീതിയിലുള്ള ഭരണമുള്ള സ്ഥലങ്ങളുണ്ട്. തൃശ്ശൂരിൽ അവർ വോട്ട് പാലക്കാടുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെങ്കിലും ആ രീതിയിൽ വോട്ട് ബേസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. കാസർഗോഡ് സ്വാഭാവികമായ ചില മേഖലകളിൽ അവർ വലിയ ശക്തിയാണ്. കണ്ണൂരിൽ ചില മേഖലകളിൽ വീണ്ടും ശക്തിപ്പെടുന്നു. അത്തരത്തിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കും ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അല്ലെങ്കിൽ എന്തെങ്കിലും മറിച്ച് അത്ഭുതങ്ങൾ ഇടതുപക്ഷത്തു നിന്നും UDF-ൽ നിന്നൊക്കെ ഉണ്ടാകണം. ഇതിനെയൊക്കെ ചെറുക്കാൻ പറ്റിയ ആ രീതിയിലുള്ള നീക്കം നടത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും BJP ഇപ്പോഴത്തെ കണക്ക് വെച്ച്
വരും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും BJPയുടെ വളർച്ച അത് സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ മാറ്റങ്ങൾക്ക് ഇടവയ്ക്കും. ഇപ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് എന്നത് ആണ് ഈ ചർച്ചകൾക്ക് പുതിയ ഒരു സാഹചര്യം ഒരുക്കുന്നത്. എന്തായാലും ഈ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഇടതു വലതു മുന്നണികളെ ഏതു തരത്തിൽ പ്രതിസന്ധിയാക്കും. അതിൽ ഏറ്റവും നഷ്ടം പേറുകയും ഏറ്റവും ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ടത് ഇടതു മുന്നണിയാണ് എന്നതാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, മുൻകാല തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമർത്ഥിച്ചത് എന്നതാണ് അതിൻ്റെ സാഹചര്യം. ഇനി നമ്മൾ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് UDF ആണ്. UDF തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയ ഒരു മുന്നണി എന്ന് പഴി കേട്ടിരുന്നിടത്തു നിന്നും ഈ ലോക്സഭയിലൂടെ ഒരു വലിയ തിരിച്ചുവരവ് നടത്തുകയാണ്. 2019 സമാനമായൊരു ചിത്രത്തിലേക്ക് ഏറെക്കുറെ എത്താൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് പുതിയ സാഹചര്യം. എന്തായാലും നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും രാഷ്ട്രീയ ബലാബലത്തിലും UDFന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. 110 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വാധീന ശക്തിയായി അത് വളരുന്നു എന്നതാണ് സാഹചര്യം. നോക്കൂ ഈ വോട്ടിംഗ് ശതമാനം. ഇത്തവണ UDF സംസ്ഥാനത്ത് നിന്നും സമാഹരിച്ചത് 90,14,894 വോട്ടുകളാണ്. അതായത് 46.22%. ഇടതുമുന്നണി 67 ലക്ഷം വോട്ടുകൾ സമാഹരിച്ച് 33.36% ഒതുങ്ങി എന്നതാണ് ചിത്രം. NDAയിലേക്ക് വരുമ്പോൾ 19% വരുന്നു. അതായത് സംസ്ഥാനത്ത് ഇടതുമുന്നണിക്കുണ്ടാവുന്ന നഷ്ടം അത് UDFന്റെ വലിയ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവായി മാറുകയും ചെയ്യുന്നു എന്നതാണ് സാഹചര്യം. മിഥുൻ, നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രത്തിൽ എത്ര കണ്ട് UDFന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? ആ കണക്ക് നമുക്ക് എങ്ങനെ വിശദമാക്കാം? 2019 വലിയ വിജയം 19-1 എന്ന രീതിയിൽ ലോക്സഭയിൽ വിജയിച്ചതിന് ശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും തന്നെ കോവിഡ് അടക്കമുള്ള ഫാക്ടറൊക്കെ വലിയ രീതിയിൽ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ കിറ്റ് വിതരണവും ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ തുടർഭരണം, കേരളത്തിൽ തുടർഭരണം ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2021. പക്ഷേ ഇത്തവണത്തെ കണക്കുകൾ അത് UDFനെ സംബന്ധിച്ച് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ്. 110 സൂചിപ്പിച്ചപ്പോഴത്തെ 110 നിയോജക മണ്ഡലങ്ങളിലും കൃത്യമായി ഒന്നാം സ്ഥാനത്തെത്താൻ, വോട്ട് വിഹിതത്തിൽ കൃത്യമായി ഒന്നാം സ്ഥാനത്തെത്താൻ ഈ കണക്കുകൾ സൂചിപ്പിച്ച പോലെ തന്നെ UDFന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിൽ LDFന്റെ CPMന്റെ പ്രത്യേകിച്ച് ശക്തി കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. LDFന് ആകെ ലഭിച്ചത് 19 സീറ്റുകളാണ് എന്ന് ഓർക്കണം. 99 സീറ്റുകൾ ലഭിച്ച ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഒരു സ്ഥിതിയാണ് 19 സീറ്റിലേക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളത്. 140-ൽ 19 സീറ്റ് മാത്രം LDFന് നേടാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ 2009 ഈ മണ്ഡല പുനഃക്രമീകരണത്തിനൊക്കെ ശേഷം ഏത് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാലും ഒരു 50 അല്ലെങ്കിൽ 55-60 സീറ്റുകൾ വരെ ലഭ്യമാകും CPMന്. എത്ര വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടായാലും ആ മണ്ഡലങ്ങളൊക്കെ CPMന് അനുകൂലമായി പോൾ ചെയ്യുമെന്ന് നമ്മൾ കരുതിയിരുന്നുവെങ്കിൽ അത് തവണ ആ ഒരു ചിത്രം മാറുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ഫലത്തോടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. 19 ഇടത്തേക്ക് മാത്രമായി LDF ചുരുങ്ങുന്നു. കാസർഗോഡ് അടക്കമുള്ള മണ്ഡലങ്ങളിൽ, അതായത് പലയിടത്തും UDFന് മേൽക്കൈ നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ എറണാകുളത്ത് KJ ഷൈൻ എന്ന ഒരു ശക്തയായിട്ടുള്ള ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെച്ചെങ്കിൽ പോലും തന്നെ ഹൈബീഡൻ മികച്ച വിജയം, അതായത് 14 സ്ഥലത്തും 14 നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം പുലർത്താൻ ഹൈബിക്ക് സാധിച്ചു, UDFന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. പല ജില്ലകളിലും ആ സമാന സാഹചര്യം തന്നെയാണ്. ഒരിടത്ത് പോലും ചില മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ളിടത്തെല്ലാം തന്നെ പൂർണ്ണമായും ഇടതുമുന്നണി അടിയറവ് പറയുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നമുക്ക് ആ ജില്ലകളുടെ സാഹചര്യം പ്രത്യേകം പരിശോധിക്കാം. അതിനു മുമ്പ് അരുൺ നോക്കൂ, ഈ ചിത്രം നോക്കൂ. ഇടതുമുന്നണിക്ക് 99 നിയമസഭകളിൽ മണ്ഡലങ്ങളിൽ MLA-മാരുള്ള ഒരു ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്. 2021 നേടിയ ഒരു വലിയ ബലാബലത്തിൽ ഇടതുമുന്നണി നേടിച്ച സ്വാധീനം, തുടർഭരണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്വാധീനം, ആ ചിത്രം ഈ അവസ്ഥയിലേക്ക് മാറുകയാണ്. UDFന് 110, ഇടതുമുന്നണി 19ലേക്ക് ഒതുങ്ങുന്നു, NDA 11 സീറ്റുകളിലേക്ക് വരുന്നു എന്നതാണ് ചിത്രം. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ചിത്രമാകും എന്നൊന്നും നമ്മൾക്ക് പറയുന്നില്ല. പക്ഷേ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് പരമ്പരാഗതമായി ഇടതുമുന്നണിക്ക് വോട്ട് ചോർച്ച ഉണ്ടാകുന്നിടത്തേക്ക് UDF കടന്നു കയറിയെങ്കിൽ ഇത് വളരെ ഗൗരവത്തിൽ ഇടതു നേതൃത്വം കണക്കിലെടുക്കണ്ടേ? തീർച്ചയായിട്ടും 2019 ഏറെക്കുറെ സമാനമായ ഒരു ചിത്രമാണ് നിയമസഭാ മണ്ഡലം കണക്കെടുക്കുമ്പോൾ ഉണ്ടായതെന്നത് നമുക്ക് കാണേണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ തിരിച്ചു വരാനെന്ന് CPMന് കഴിഞ്ഞു, ഇടതുമുന്നണി കഴിഞ്ഞു. അത് കൃത്യമായ അവർ തെറ്റ് ഏറ്റുപറഞ്ഞ് പറ്റിയ പാപങ്ങളൊക്കെ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് വീടുകളിൽ പോയി നേതാക്കൾ ഉൾപ്പെടെ കണ്ട് പറഞ്ഞ് തെറ്റ് തിരുത്തിയിട്ടാണ്. പക്ഷേ എങ്കിലും ഒട്ടും
ആശാസ്യമായ അല്ലെങ്കിൽ ഒട്ടും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇടതുമുന്നണിക്ക് ഇപ്പോഴത്തെ ഈ കണക്കുകൾ. ശരിക്കും ഇടതുമുന്നണി അത് വരും ദിവസം അല്ലാതെ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. അതിനപ്പുറത്തേക്ക് ഒരു പ്രധാന കാരണം UDFിൻ്റെ കഴിഞ്ഞ 2019 19 സീറ്റ് വിജയത്തെക്കാൾ ഇതിന് മേന്മയുണ്ടാക്കുന്നത്, ഇതിനെ മാറ്റുകൂട്ടുന്നത് കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഫലമുണ്ടായെന്നുള്ളതാണ്. 2019 സർക്കാരിന് വിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും നയപരമായ തീരുമാനങ്ങളുടെ പ്രശ്നമോ ഒന്നും ആയിരുന്നില്ല. അവിടെ ശബരിമല വലിയ രീതിയിൽ സ്വാധീനിച്ചു. പ്രത്യേകിച്ച് ഒരു മധ്യ കേരളം വരെയെങ്കിലും ശബരിമല വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് സ്വാധീനിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ വരവും അതുണ്ടാക്കിയ ഇമ്പാക്റ്റും. പക്ഷേ ഇത്തവണ അതല്ല കാര്യം. ഇത്തവണ ഇടതുമുന്നണി തോറ്റെങ്കിൽ അതിന് കൃത്യമായ രാഷ്ട്രീയ കാരണമുണ്ട്. ആ കാരണം സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. സർക്കാരിനെതിരായ ജനങ്ങളുടെ കൃത്യമായ അമർശമാണ് തെരഞ്ഞെടുപ്പ് പ്രതിഫലിച്ചതെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ നയങ്ങളോടും അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോടും ഒക്കെ അമർശവും കൂടി ജനങ്ങൾ ഇതിൽ പ്രതിഫലിപ്പിച്ചു. അവിടെയാണ് ഒരു രാഷ്ട്രീയ വിജയം കഴിഞ്ഞ UDFിന് മേന്മയുള്ളതാക്കി ഇത്തവണത്തെ. മിഥുൻ, നമുക്ക് വിശദമായി പരിശോധിക്കാം. കാസർഗോഡ് നിന്ന് ആരംഭിച്ചാൽ ഓരോ ജില്ലകളിലും സ്വാധീന ശക്തിയിൽ ബലാബലത്തിലുണ്ടായ മാറ്റം അതെങ്ങനെയാണ്? തീർച്ചയായും നമ്മൾ കാസർഗോഡ് മുതൽ സ്ക്രീനിലേക്ക് അത് അതിലേക്ക് വരുമ്പോൾ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലകളുടെ കണക്കുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൽ വ്യക്തമായ ലീഡ് നില അല്ലെങ്കിൽ വ്യക്തമായ ആധിപത്യം പുലർത്താൻ UDFിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാസർഗോഡേക്ക് ഒരു ചിത്രം നോക്കുമ്പോൾ UDFിന് 4, LDFിന് 1. അതായത് അവിടെയെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ, അതായത് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നേട്ടം LDFിനു അല്ലെങ്കിൽ ഇടതുമുന്നണിക്കുണ്ടായ ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഒരു ചിത്രത്തിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. 4-1 NDAക്ക് 0 എന്നുള്ളത് തന്നെയാണ് കാസർഗോഡ്. ഇനി നമുക്ക് കണ്ണൂരിലെ ചിത്രം പരിശോധിക്കുമ്പോൾ കണ്ണൂരിലെ ആ ഒരു സീറ്റ് നിലയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. കണ്ണൂരിൽ ആ ഒരു ചിത്രം, അതായത് കണ്ണൂരിൽ 11 സീറ്റുകളിൽ UDFിന് 6, LDFിന് 5, NDAക്ക് 0 എന്നുള്ള ഒരു ചിത്രത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോകുന്നു. കോഴിക്കോടേക്ക് പോകുമ്പോൾ 13 കോഴിക്കോടെ 13 നിയോജക മണ്ഡലങ്ങളിലും വ്യക്തമായ ആധിപത്യം, ഒന്നാം സ്ഥാനത്തെത്താൻ UDFിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അരുൺ, ഈ 13 കോഴിക്കോട് എന്ന് പറയുന്നത് കണ്ണൂർ അറിയാം. കണ്ണൂർ CPന് പൂർണ്ണമായും നിയമസഭാ മേധാവിത്വങ്ങളിൽ വലിയ നഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ ആലോചിക്കണം, കോഴിക്കോട് പോലെ CPMന്റെ ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗത ശക്തി മേഖലകളിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും വാഷ് ഔട്ട് ആവുകയാണ് CPM. ചിന്തിക്കണം ഇത്. കോഴിക്കോട് കോൺഗ്രസ് എത്രയോ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുകളിലായിട്ട് കോൺഗ്രസ് നിയമസഭയിലേക്ക് വിജയിക്കാൻ കഴിയാത്ത മണ്ഡലമാണ് പലയിടത്തും. അവിടെ ഈ ലീഗിൻ്റെയൊക്കെ ഒരു സീറ്റുകളല്ലാതെ കോഴിക്കോട് അത്ര എളുപ്പത്തിലൊന്നും കോൺഗ്രസിന് വരാൻ കഴിയാത്ത ഒരു മേഖലയാണ്. അത്രയധികം സ്വാധീനം CPM കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടാക്കുന്ന മേഖലയാണ്. അവിടെയാണ് ഈ ഒരു അവസ്ഥ CPMന് ഉണ്ടായിട്ടുള്ളത്. ഒരു സീറ്റ് പോലും കോഴിക്കോട് പോലുള്ള ശക്തി കേന്ദ്രത്തിൽ CPMന് ലഭിച്ചില്ല എന്നുള്ള ഏറ്റവും എത്രത്തോളം ആഴത്തിലാണ് ഈ തിരിച്ചടി എന്നതിൻ്റെ ഏറ്റവും തെളിവായിട്ട് അത് മാറുകയാണ്. അടുത്ത ജില്ലകളിലേക്ക് പോകുമ്പോൾ വയനാടാണ്. വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അത് കഴിഞ്ഞ തവണ പോലെ ഇത്തവണയും അത് UDFിനൊപ്പം തന്നെയാണ്. അവിടെയുള്ള 3 നിയോജക മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തെത്താൻ UDFിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ മലപ്പുറത്തെ 16 നിയോജക മണ്ഡലങ്ങളിലും മുൻകാലത്തെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു ചിത്രം തന്നെയാണ് ഇത്തവണയും ഉണ്ടായത്. 16 UDFിന് തന്നെ ഒന്നാമതെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ജില്ല പാലക്കാടാണ്. പാലക്കാടിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ 8 UDFിന് മേൽക്കേ ഉണ്ടായിരിക്കുന്നു. UDF 8 ഒന്നാമതെത്താനും LDFിനാകട്ടെ 4 മാത്രമേ എത്താൻ സാധിച്ചു എന്നുള്ളതാണ് ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതാണ് തൃശ്ശൂരിൽ 13 നിയോജക മണ്ഡലങ്ങളിൽ 3 മാത്രമാണ് UDFിന്. UDF അവിടെ തകർന്നു പോവുകയാണ്. 2019 വലിയ വിജയം TN പ്രതാപിലൂടെ നേടിയ ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. അവിടുത്തെ ഒരു ചിത്രം നോക്കുമ്പോൾ അരുൺ അങ്ങോട്ട് നോക്കൂ. അതായത് തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത് UDF 3 തൃശ്ശൂർ ജില്ലാ അടിസ്ഥാനത്തിൽ മേധാവിത്വം ഉണ്ടാക്കുന്നു. ഇടതു മുന്നണി അത് 4, NDAയുടെ ചിത്രത്തിൽ 6. NDAയുടെ ചിത്രത്തിൽ അത് 6. അങ്ങനെയാണ് ആ ചിത്രത്തിൽ മാറ്റമുണ്ടാവുന്നത് എന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാവുന്നു. BJP 6 മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്ത ജില്ല എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ എറണാകുളത്തെ 14 നിയോജക മണ്ഡലങ്ങളിലും 14 വ്യക്തമായ ആധിപത്യം, അതായത് കുറഞ്ഞ വോട്ട് ഷെയർ അല്ല അവിടെ നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ വോട്ട് 2000 അല്ലെങ്കിൽ 3000 ലീഡല്ല ഹൈബി അവിടെ സ്വന്തമാക്കിയിട്ടുള്ളത്. പലയിടത്തും 15,000 മുകളിലേക്ക് ലീഡ് നില മാറുകയാണ് ഓരോ നിയോജക മണ്ഡലം നമ്മൾ കാണുകയും ചെയ്തു. അത്തരത്തിൽ 2 ലക്ഷത്തിന് മുകളിലേക്ക് ഹൈബിയുടെ 2.5 ലക്ഷത്തിന് മുകളിലേക്ക് ഹൈബിയുടെ ഭൂരിപക്ഷം മാറുന്ന ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇടുക്കിയിലേക്ക് വരുമ്പോൾ UDF അവിടെ 5 നിയോജക മണ്ഡലങ്ങളിൽ 5 അത് പരമ്പരാഗതമായ UDFിന്റെ ശക്തി കേന്ദ്രമാണ്. നമ്മൾ ഈ മധ്യ കേരളത്തിന്റെ ജില്ലകൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ
ഇപ്പം നമ്മൾ പരാമർശിച്ച എറണാകുളം ആവട്ടെ, ഇപ്പോൾ പറയുന്ന ഇടുക്കി ആവട്ടെ, ഇനി പറയാൻ പോകുന്ന കോട്ടയം ആവട്ടെ, പത്തനംതിട്ടയാവട്ടെ, ഈ ഇടങ്ങളിലെല്ലാം സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യ ഒരു 10 മിനിറ്റിൽ തന്നെ വൻ മജോറിറ്റിയിൽ അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു എന്ന് കൃത്യമായ തെളിവായി മാറുന്നു. കാരണം ക്രമാനുഗതമായ ലീഡ് നില വർധനവ് അത് 2 ലക്ഷവും 2 ലക്ഷത്തിനും അധികമായി എറണാകുളം ജില്ലയിലേക്ക് മാറുന്നു. ഇടുക്കിയിൽ സമാനമായ ചിത്രം. കോട്ടയത്ത് അതാണ്. ഏറ്റവും നെഗറ്റിവിറ്റി ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന ഇടമാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ സംഭവിച്ചത് എന്താ? 60,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആ സ്ഥാനാർത്ഥി വിജയിക്കുന്ന സാഹചര്യം സംഭവിച്ചത്. അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വളരെ കൂട്ടത്തോടെ വന്ന് UDF എന്ന തങ്ങളുടെ പരമ്പരാഗത വിശ്വാസ കേന്ദ്രമായ UDF-നൊപ്പം നിന്നു, അല്ലെങ്കിൽ അവർക്ക് വോട്ട് കുത്തിയെന്ന ഒരു വിലയിരുത്തൽ ഞാൻ സ്വയം നടത്തുകയാണ്. അങ്ങനെ കരുതാൻ കഴിയുമോ? അങ്ങനെ കരുതാം. അവിടെ ഒരാൾ CPM-നേക്കാൾ ഏറ്റവും അധികം ദുഃഖിക്കേണ്ടത് അല്ലെങ്കിൽ ആത്മവിശ്വാസം നടത്തേണ്ടത് അവിടെ കേരള കോൺഗ്രസ് എം കൂടിയാണ്. അത് ഈ പത്തനംതിട്ടയായാലും ഇടുക്കിയായാലും കോട്ടയമായാലും അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ചോർച്ച ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ഇത്രയധികം അടുപ്പിച്ച് CPM നിർത്തുന്നത്? കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലും എല്ലാ സീറ്റിലും ജയിക്കുന്നു, ഇടുക്കിയിലും കോട്ടയത്തൊക്കെ ഉണ്ടാക്കിയ മുന്നേറ്റമാണ്. അതായത് മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് CPM-ന് കടന്നു കയറാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ അവർക്കൊപ്പം അവരെ അവിടേക്ക് ചേർത്ത് നിർത്തിയത് കേരള കോൺഗ്രസ് എമ്മാണ്. അവിടെയാണ് ഈ ചോർച്ച ഉണ്ടായത്. അവിടെയാണ് ഇത്രയും തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ CPM-ന് ആ മേഖല ഉണ്ടാകാൻ കാരണമെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനോട് ജനങ്ങൾക്ക് തോന്നിയ ഒരു അവമതിപ്പ് തന്നെ. ഓക്കെ, അതൊരു വലിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമാണ്. മറ്റു ജില്ലകളിലേക്ക് കോട്ടയത്തേക്ക് നോക്കുമ്പോൾ കോട്ടയത്തെ 9 നിയോജകമണ്ഡലങ്ങളിൽ UDF-ന് 8 വിജയിക്കാനായി. ഒരിടത്ത് മാത്രമാണ് LDF-നും. അത് വൈക്കത്താണെന്ന് ഓർക്കണം. അതായത് വൈക്കം CPI-യുടെ സിറ്റിംഗ് സീറ്റാണ്. ബാക്കി CPM-ന് ഏറ്റവും കൂടുതൽ ഏറ്റുമാനൂർ അടക്കമുള്ള VN വാസവന്റെ മണ്ഡലത്തിൽ പോലും ലീഡ് നില ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ള അത്രയും രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കോട്ടയത്തെ സംബന്ധിച്ചുള്ളത്. മറ്റൊന്ന് ആലപ്പുഴയിലേക്കാണ് വരുന്നത്. ആലപ്പുഴയിൽ UDF 8, LDF 1. അവിടെയും പക്ഷേ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആലപ്പുഴയിൽ പലയിടത്തും NDA-യുടെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം 3-ാം സ്ഥാനത്തേക്ക് പലയിടത്തും പോയിട്ടുണ്ട്, 2ാമത് പലയിടത്തും വരികയും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ വളരെ കുറഞ്ഞ ലീഡ് നിലയാണ് വന്നിട്ടുള്ളത്. വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ചില പ്രകടമാവത്തെ ലോക്സഭാ മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ജില്ലകളുടെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ മണ്ഡലങ്ങളെ ഇവിടെ വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആലപ്പുഴ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 UDF, 1 ഇടതുമുന്നണി നമുക്ക് പറയേണ്ടി വരുന്നത്. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ തന്നെ BJP-യെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം നടത്താൻ A ക്ലാസ് മണ്ഡലമായി അവർ കരുതിയിരുന്ന അനിൽ ആന്റണി എന്ന AK ആന്റണിയുടെ പുത്രനെ കൊണ്ടുവന്ന് നിർത്തുന്നു. അവിടെ വലിയ രീതിയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഒക്കെ ലഭ്യമാകും. അവിടെ ഒരു മുന്നേറ്റം നടത്താൻ സാധിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപക്ഷെ വിജയിക്കാൻ സാധിക്കുമെന്ന് ചിത്രമാണ് മാറിയിരിക്കുന്നത്. അടുത്ത ജില്ല കൊല്ലമാണ്. കൊല്ലത്തെ 11 9 UDF-നൊപ്പമാണ് നിന്നത്. 2 മാത്രമാണ് LDF-ന് ലീഡ്. അത് കുന്നത്തൂരും കൊട്ടാരക്കരയും മാത്രമാണ് ഇടതുമുന്നണിക്ക് ആധിപത്യം ഉണ്ടാവാനായത്. അതായത് 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു കയറിയ ഇടമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മോശമായില്ല. 2 മാത്രമാണ് UDF. ബാക്കിയെല്ലാം 9 മാത്രമാണ് ഒരു മാറ്റം ഉണ്ടായത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ 14 നിയോജക മണ്ഡലങ്ങളിൽ 1 മാത്രമാണ് LDF-ന് ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. 8 UDF, 5 NDA. അങ്ങനെയാണ് അവിടുത്തെ ഒരു ലീഡ് വർക്കലയാണ്. ജോയിയുടെ സിറ്റിംഗ് സീറ്റിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് മുന്നേറ്റം നടത്താൻ സാധിച്ചത്. ഇതാണ് നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ചിത്രം. നമുക്കിനി പരിശോധിക്കപ്പെടേണ്ടത് നിയമസഭയിൽ നിന്നും കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനമാണ്. അത് അങ്ങേറ്റം ശ്രദ്ധേയമാണ്. കാരണം കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് ഇടതുമുന്നണി ആകെ നേടിയ വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ ഇത്തവണ കോൺഗ്രസിന് കഴിഞ്ഞു. തീർച്ചയായും അത് ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോൾ. പക്ഷേ കഴിഞ്ഞ തവണ 2019 അപേക്ഷിച്ച് ഇത്തവണ വോട്ട് നിലയിൽ വലിയ രീതിയിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് UDF-ന് 90,14,894 വോട്ടുകളാണ് നേടാൻ സാധിച്ചത്. LDF-നാകട്ടെ 67,55,499 വോട്ട്. കഴിഞ്ഞ തവണ 2019 ഒരു നില നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ 96,29,030 വോട്ടുകൾ UDF നേടി. ഇത് നോക്കൂ, അതായത് LDF-നെ പിന്തള്ളുന്നത് എങ്ങനെയാണ്? LDF-ന് ആകെ ലഭിച്ച വോട്ട് വിഹിതം 33.36% മാത്രമാണ്. കോൺഗ്രസിന് തനിച്ച് ലഭിച്ചിരിക്കുന്ന വോട്ട് ശതമാനം 35.06% എന്നാണ്. ഏകദേശം 2% ഇടതുമുന്നണിയുടെ മൊത്തം വോട്ടുകളെക്കാൾ വലിയ വോട്ട് നേടാൻ CPM ഇത്തവണ നേടാൻ സാധിച്ചത് 25.38% മാത്രമാണ്. CPM-ന്
സംസ്ഥാനം തൊട്ടാകെ നേടാൻ സാധിച്ചത് 25.38% വോട്ടുകൾ കോൺഗ്രസ് അതിനേക്കാൾ കൂടുതൽ അത് മറികടന്നു നേടി എന്നുള്ളത് തന്നെയാണ്. യെസ്, അതാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന പൊതുചിത്രം. എന്തായാലും വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്ക് വെച്ച് നമ്മൾ മണ്ഡലാടിസ്ഥാനത്തിൽ വിലയിരുത്തുകയായിരുന്നു. ഈ വിലയിരുത്തലാണ് കോൺഗ്രസിന്റെ വലിയ സ്വാധീനം നിലനിർത്താൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ ശാക്തിക ബലാബലത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ. ഇത് ഈ ലോക്സഭയിൽ മാത്രമായി അവശേഷിക്കുമോ, വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് അത് കടക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. അത് നിലനിർത്താൻ കഴിഞ്ഞാൽ UDF-ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വലിയ വരവായിരിക്കുമത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ദേശീയ തലത്തിൽ പ്രബലമാകുന്നതിനൊപ്പം കേരള രാഷ്ട്രീയത്തിലും UDF കോൺഗ്രസ് ശക്തിപ്പെടും ആ തരത്തിലേക്ക് വന്നാൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇടതുമുന്നണി കൂടുതൽ ജാഗ്രത പാലിക്കണം. കാരണം അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമോ എന്നൊരു ആശങ്കപ്പെടണം. ഒപ്പം പരമ്പരാഗതമായി അല്ലാതെ ന്യൂനപക്ഷങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനുള്ള, അവരെ തൃപ്തിപ്പെടുത്താനുള്ള, അവരെ ഒപ്പം ചേർക്കാനുള്ള തന്ത്രങ്ങൾ പിഴയ്ക്കുന്നു എന്ന സൂചനയും ഈ കണക്കുകളിൽ പുറത്തു വരുന്നുണ്ട്. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അകന്നു പോകുന്നു, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അടുക്കുന്നില്ല. ഈ രാഷ്ട്രീയ സാഹചര്യം ഇടതുമുന്നണിക്കും കൂടുതൽ ജാഗ്രതപ്പെടേണ്ടതുണ്ട്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ മണ്ഡലാടിസ്ഥാനത്തിലുള്ള വിശകലനങ്ങളിലേക്കാണ് നമ്മൾ കടന്നത്. ഇതിൽ ജാഗ്രത പാലിക്കേണ്ടത് മുന്നണികളാണ്. വരും ദിവസങ്ങളിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടവെക്കുന്ന കണക്കുകളാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.